പുതുമകൾ കൊണ്ടും പ്രമേയം കൊണ്ടും പ്രതിഭാവിലാസം കൊണ്ടും സമ്പന്നമാണ്. വന്നുപോയിട്ടുള്ളവരും നിലനിൽക്കുന്നവരും അവരവരുടേതായ സംഭാവനകൾ കൊണ്ട് നമ്മുടെ ചലച്ചിത്ര മേഖലയെ സമ്പുഷ്ടമാക്കുകയും ചെയ്തിരുന്നു. ചിലരുടെ സംഭാവനകൾ കാലങ്ങളെയും അതിജീവിച്ചുകൊണ്ട് എക്കാലവും നിലനിൽക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള നിരവധി ചലച്ചിത്രകാരന്മാരെ ലഭിച്ചതിൽ മലയാളികൾ ഏറെ ഭാഗ്യം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇതിവൃത്തത്തിലും നിർമ്മാണത്തിലും ഭംഗി കൊണ്ടുമാണ് ഇത്തരം ചിത്രങ്ങൾ കാലാതിവർത്തികളായി മാറുന്നത്. അവർ സൃഷ്ടിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രമായിരിക്കും. അങ്ങനെയാണ് KS സേതുമാധവൻ എന്ന ചലച്ചിത്രകാരനും ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്നത്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാതെ തന്നെ അദ്ദേഹം തിരശ്ശീലയിൽ ചലിക്കുന്ന ചിത്രങ്ങൾ കൊണ്ട് നിർമ്മിച്ചത് കാവ്യങ്ങളായിരുന്നു. 1931 സുബ്രഹ്മണ്യത്തിന്റെയും ലക്ഷ്മിയുടെയും 5 മക്കളിൽ ഒരാളായിട്ടാണ് KS സേതുമാധവന്റെ ജനനം. അന്ന് പാലക്കാട് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം തമിഴ്നാട്ടിലുമൊക്കെയായി ചെലവഴിച്ച അദ്ദേഹം ബിരുദ പഠനത്തിനായി തെരഞ്ഞെടുത്തത് പാലക്കാട് വിക്ടോറിയ കോളേജായിരുന്നു. അങ്ങനെ സസ്യശാസ്ത്രത്തിൽ ബിരുദം പൂർത്തിയാക്കി. പക്ഷേ അപ്പോഴൊന്നും അദ്ദേഹത്തിന്റെ ഉള്ളിൽ സിനിമ എന്ന മോഹം വളർന്നിട്ടില്ലായിരുന്നു. പക്ഷേ കാലം അദ്ദേഹത്തെ കൊണ്ട് സൃഷ്ടിച്ചെടുത്ത ചിത്രങ്ങൾ പലതും ഏറെ കലാമൂല്യമുള്ള സാമൂഹിക ചിത്രങ്ങളായിരുന്നു. അയത്നലളിതമായി പലതും തിരശ്ശീലയിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. എപ്പോഴോ അദ്ദേഹത്തിലേക്ക് സിനിമ പ്രവേശിക്കുകയായിരുന്നു. അതോടെ അദ്ദേഹം മദ്രാസിലെ പ്രശസ്തമായ ജെമിനി സ്റ്റുഡിയോയിലേക്കാണ് പോയത്. അവിടെ എത്തിയ സേതുമാധവന് ചലച്ചിത്രം പഠിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. അതിനായി പ്രശസ്ത സംവിധായകൻ K. രാമനാഥന്റെ സംവിധാന സഹായിയായി ഒപ്പം ചേർന്നു. തുടർന്ന് LV പ്രസാദ്, SSA സ്വാമി, സുന്ദർ റാവു, നന്ദലക്ഷ്മി എന്നിവരെയും ഗുരുസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് ചലച്ചിത്ര പ്രവർത്തനം നടത്തി. തുടർന്ന് ആദ്യ ചിത്രത്തിനായുള്ള ശ്രമങ്ങളും സേതുമാധവൻ ആരംഭിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് 1960 മോഡേൺ തിയേറ്റേഴ്സിന്റെ ബാനറിൽ വീരവിജയ എന്ന സിംഹള ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ്. അങ്ങനെ സ്വതന്ത്ര സംവിധായകനായി അദ്ദേഹം മാറി. തമിഴ്നാട്ടിലും ശ്രീലങ്കയിലും ഈ ചിത്രം പ്രദർശിപ്പിക്കപ്പെട്ടു. ശ്രീലങ്കയിൽ നിന്നുള്ള അക്കാലത്തെ താരങ്ങളായിരുന്നു ഇതിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയത്. അതൊരു ചരിത്രത്തിലേക്കുള്ള കാൽവെപ്പായിരുന്നു. തുടർന്നാണ് അദ്ദേഹത്തിന് മലയാളത്തിൽ ഒരു ചിത്രം എടുക്കാനുള്ള തോന്നലുണ്ടായത്. ഇങ്ങനെ 1961 മുട്ടത്ത് വർക്കിയുടെ ജ്ഞാനസുന്ദരിയെ സിനിമയാക്കിക്കൊണ്ട് മലയാളത്തിലും അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു. അസോസിയേറ്റ് പിക്ചേഴ്സിന്റെ ബാനറിൽ T. വാസുദേവൻ നിർമ്മിച്ച ചിത്രത്തിൽ പ്രേം നസീർ, അടൂർ ബാസി, ബഹദൂർ, ആറന്മുള പൊന്നമ്മ തുടങ്ങിയ വലിയ താരനിര തന്നെ ഉണ്ടായിരുന്നു. മലയാളത്തിലെ പ്രസിദ്ധമായ സാഹിത്യ കൃതികളെയാണ് അദ്ദേഹം തന്റെ സിനിമകൾക്കായി തിരഞ്ഞെടുത്തിരുന്നത്. പിന്നീട് 1962 നിരവധി പ്രത്യേകതകളുമായിട്ടാണ് അദ്ദേഹം തന്റെ അടുത്ത ചിത്രം അണിയിച്ചൊരുക്കിയത്. പ്രശസ്ത എഴുത്തുകാരൻ KT മുഹമ്മദിന്റെ കഥയെ ആസ്പദമാക്കി കണ്ണും കരളും എന്ന ചിത്രമാണ് അടുത്തതായി പുറത്തിറങ്ങിയത്. സത്യൻ, കമൽഹാസൻ, അംബിക, സുകുമാരൻ, മുതുകുളം രാഘവൻ പിള്ള തുടങ്ങിയ താരങ്ങളെ അണിനിരത്തിയായിരുന്നു കണ്ണും കരളും പുറത്തിറങ്ങിയത്. നിരവധി തിയേറ്ററുകളിൽ 100-ലധികം ദിവസങ്ങളിലാണ് ഈ ചിത്രം പ്രദർശിപ്പിച്ചത്. കമൽഹാസൻ ബാലതാരമായിട്ടാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. കമൽഹാസൻ ആദ്യമായി അഭിനയിച്ച മലയാള ചിത്രവും കണ്ണും കരളുമാണ്. ഇതിലെ നായകനായ സത്യൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ മകന്റെ വേഷത്തിലാണ് കമൽഹാസൻ എത്തിയത്. അങ്ങനെ നിരവധി പുതുമകളോടെ പുറത്തിറക്കിയ ഈ ചിത്രം നിർമ്മിച്ചത് AK ബാലസുബ്രഹ്മണ്യമാണ്. നിരവധി കലാമൂല്യമുള്ള ചിത്രങ്ങളുടെ സംവിധായകനായി മാറാൻ KS സേതുമാധവന് കഴിഞ്ഞു. ഒരു സംവിധായകൻ എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയമായ ചിത്രമായിരുന്നു P. കേശവദേവിന്റെ കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ഓടയിൽ നിന്ന്. 1965 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ സത്യൻ, പ്രേം നസീർ, KR വിജയ, കവിയൂർ പൊന്നമ്മ എന്നീ താരങ്ങളെ കൂടാതെ സൂപ്പർ താരം സുരേഷ് ഗോപിയുടെ ആദ്യ ചിത്രം കൂടിയാവുകയായിരുന്നു ഇത്. ഓടയിൽ നിന്ന് പിന്നീട് തമിഴിലേക്കും തെലുങ്കിലേക്കും ഹിന്ദിയിലേക്കും റീമേക്ക് ചെയ്തിരുന്നു. തിരുമുരുകൻ പിക്ചേഴ്സിന്റെ ബാനറിൽ രാമസ്വാമി നിർമ്മിച്ച ഈ ചിത്രം KS സേതുമാധവൻ എന്ന സംവിധായകനെ അടയാളപ്പെടുത്തുന്നതായിരുന്നു. ചിത്രത്തിലെ ഓരോ രംഗവും പ്രേക്ഷകർക്ക് പുതിയ അനുഭവമാണ് സമ്മാനിച്ചത്. ഓടയിൽ നിന്ന് എന്ന ചിത്രം ദേശീയ പുരസ്കാരത്തിലേക്ക് എത്തിച്ചേർന്നു. മലയാളത്തിലെ പ്രശസ്തമായിരുന്ന മഞ്ഞുലാസിന്റെ ബാനറിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ സംവിധാനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ മഞ്ഞുലാസിന്റെ പ്രധാന നടനായിരുന്ന സത്യന്റെ ചില കരുത്തുറ്റ കഥാപാത്രങ്ങളെ അണിയിച്ചൊരുക്കിയതും സേതുമാധവനായിരുന്നു. മലയാളികളുടെ പ്രിയതാരമായ ജഗതി ശ്രീകുമാറിനെ പരിചയപ്പെടുത്തിയതും ഈ പ്രതിഭ തന്നെയായിരുന്നു. കമലഹാസനെ നായകനാക്കി അദ്ദേഹം ഒരുക്കിയ കന്യാകുമാരി എന്ന ചിത്രത്തിലൂടെയാണ് ജഗതി ശ്രീകുമാർ എന്ന നടനെ മലയാളിക്ക് ലഭിക്കുന്നത്.
MT വാസുദേവൻ നായർ തിരക്കഥയൊരുക്കിയ കന്യാകുമാരി 1974 തിയേറ്ററുകളിലെത്തിയത്. എക്കാലത്തെയും മികച്ച 60ഓളം ചിത്രങ്ങളാണ് KS സേതുമാധവൻ എന്ന സംവിധായകനിലൂടെ ഇന്ത്യൻ സിനിമാ ലോകത്തിന് ലഭിച്ചത്. കലാമൂല്യമുള്ള ചിത്രങ്ങളുടെ സംവിധായകനായ KS സേതുമാധവനെ തേടി ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളെത്തി. 1973 പുറത്തിറക്കിയ അച്ഛനും ബാപ്പയും മികച്ച ദേശീയോദ്ഗ്രഥന ചിത്രത്തിനുള്ള പുരസ്കാരം നേടി. 1991 സംവിധാനം ചെയ്ത മറുപക്കം എന്ന തമിഴ് ചിത്രം മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരമായ സ്വർണ്ണകമലം നേടി. ഒരു തമിഴ് ചിത്രത്തിന് ആദ്യമായി ലഭിക്കുന്ന സ്വർണ്ണകമലവും മറുപക്കത്തിന്റെ പേരിലാണുള്ളത്. മറുപക്കത്തിലൂടെ മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡും സേതുമാധവൻ നേടിയിരുന്നു. 4 തവണ മികച്ച സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരവും അദ്ദേഹം നേടിയെടുത്തു. 1969 പുറത്തിറങ്ങിയ അടിമകൾ എന്ന ചിത്രവും 1971 പുറത്തിറങ്ങിയ അടികൾ എന്ന ചിത്രവും മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരങ്ങൾ സേതുമാധവനിലൂടെ മലയാളി അഭിമാനത്തോടെ നേടിയെടുത്തു. 1970 പുറത്തിറങ്ങിയ വാഴവേ മായം, 1971 പുറത്തിറങ്ങിയ കരകാണാക്കടൽ, 1972 പുറത്തിറങ്ങിയ പണിതീരാത്ത വീട് എന്നീ മനോഹര ചിത്രങ്ങൾ അദ്ദേഹത്തെ കേരളത്തിലെ മികച്ച സംവിധായകന്റെ കിരീടമണിയിച്ചു. 1980 പുറത്തിറക്കിയ ഓപ്പോൾ എന്ന ചിത്രത്തിനും മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡും മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരമായ രജതകമലവും നേടി. ദേശീയ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളുടെ ജൂറി ചെയർമാനായി 1ലധികം പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. 2009 മലയാള ചലച്ചിത്ര ലോകത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ അവാർഡ് നേടി. മലയാളം മാത്രമായിരുന്നില്ല KS സേതുമാധവൻ എന്ന പ്രതിഭയുടെ കഴിവുകൾ തൊട്ടറിഞ്ഞത്. തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും അദ്ദേഹം ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മലയാള ചലച്ചിത്രത്തിന് വ്യത്യസ്തമായ ദൃശ്യഭാഷ്യം സമ്മാനിച്ചുകൊണ്ട് ദേശീയതലത്തിൽ പോലും മലയാള സിനിമയുടെ യശസ് ഉയർത്തിയ KS സേതുമാധവൻ എന്ന പ്രതിഭ 2021 ഡിസംബർ 24 മലയാള ചലച്ചിത്ര ലോകത്ത് നിന്നും വിട പറഞ്ഞു. മലയാള ചലച്ചിത്രത്തിന്റെ അഭ്രപാളികളിൽ അരങ്ങൊഴിയാതെ ഇപ്പോഴും അദ്ദേഹം നിറയുകയാണ്.